നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഗുണ്ടാ സംഘമുണ്ട്. ഈ ഗുണ്ടാ സംഘത്തെ നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ്. ഇതൊരിക്കലും ക്രൈം ഓൺലൈൻ്റെ അഭിപ്രായമല്ല, എൻ്റെ വാക്കുകളല്ല. നിലമ്പൂർ MLA ആയ PV അൻവറാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും അതിനിശിതമായ ഇത്തരം വിമർശനങ്ങൾ ഉതിർത്തത്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാത്തത് എന്നാണ് PV അൻവർ എടുത്തു ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് അൻവർ തുറന്നടിച്ചത്. പി ശശിക്ക് കേരളം ഒട്ടാകെ ബിനാമി ബിസിനസ്സുകളുണ്ട്. കണ്ണൂരിലുള്ള പല പെട്രോൾ പമ്പുകളും ശശിയുടെ ബിനാമികളാണ്, ബിനാമി പേരുകളിലാണ് നടത്തുന്നത്. അതിൽ ഒരു ബിനാമിയാണ് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ ഭർത്താവ്. ശശിക്ക് ഇതുപോലെ കണ്ണൂരിൽ പല ഇടങ്ങളിലും ബിനാമി ഇടപാടുകളുണ്ട്, പെട്രോൾ പമ്പുകളുണ്ട്, ഭൂമാഫിയകൾ എല്ലാം ഉണ്ട്. ADM നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം പി ശശിയുടെ പല വഴിവിട്ട ബന്ധങ്ങളും പല വഴിവിട്ട വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചും ADM നവീൻ ബാബുവിന് കൃത്യമായി അറിയാമായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ നിന്നും സ്ഥലം മാറി പത്തനംതിട്ടയിലേക്ക് പോകാനൊരുങ്ങുന്ന ADM അഴിമതിക്കാരനാണ്, കൈക്കൂലിക്കാരനാണ് എന്ന് പൊതുജനമധ്യത്തിൽ ഒരു ധാരണയുണ്ടാക്കുവാൻ വേണ്ടി PP ദിവ്യയെ ഉപയോഗിച്ചുകൊണ്ട് ശശി ചില കളികൾ നടത്തിയത് എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. PP ദിവ്യ സ്വമേധയ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി ചെന്നതല്ല, PP ദിവ്യയെ അങ്ങോട്ട് പറഞ്ഞയച്ചത് പി ശശി തന്നെയാണ് എന്നാണ് PV അൻവറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ IAS ഉദ്യോഗസ്ഥയായ ഗീത IASന്റെ മൊഴികളിൽ നിന്നും അവർ നൽകിയ റിപ്പോർട്ടുകളിൽ നിന്നും കൃത്യമായി ഈ വിവരമെല്ലാം പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ പി ശശി കുടുങ്ങും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ പി ശശിക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ADM നവീൻ ബാബു അഴിമതിക്കാരനാണ്, കൈക്കൂലിക്കാരനാണ് എന്നുള്ള കള്ളപ്പരാതി ഒരാളെ കൊണ്ട് കൊടുപ്പിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു കള്ള രജിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പി ശശി തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി നിഷ്പക്ഷമായി പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നു. ആ ഗുണ്ടാ സംഘത്തിൻ്റെ തലവനാണ് പി ശശി എന്ന് പറയാൻ തനിക്ക് മടിയില്ല എന്ന് തന്നെയാണ് PV അൻവർ ആവർത്തിച്ച് പറഞ്ഞത്. പി ശശിയുടെ ബിനാമിയാണ് PP ദിവ്യയുടെ ഭർത്താവ് എന്ന് പറയുന്നത് പോലെ പി ശശി പറയുന്നതിനപ്പുറത്തേക്ക് PP ദിവ്യ എന്ന കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മറ്റൊരു വാക്കുണ്ടായിരുന്നില്ല. പി ശശി പറയുന്നതാണ് അവസാന വാക്ക്. പി ശശി എന്ത് പറയുന്നതോ അത് അക്ഷരാർത്ഥത്തിൽ തലകുലുക്കി സമ്മതിച്ച് അനുസരിക്കുന്ന പ്രകൃതമായിരുന്നു PP ദിവ്യയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി ശശിയുടെ താല്പര്യപ്രകാരം PP ദിവ്യ കടന്നു ചെന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്. മാത്രമല്ല, തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ PP ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ വാദം നടക്കുമ്പോൾ അവിടെ പി ശശി അഭിഭാഷകന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതായത് PP ദിവ്യയെ നിയന്ത്രിക്കുന്നതും കണ്ണൂരിലെ പല ഭൂമാഫികൾ അടക്കമുള്ള ലോബികളെ നിയന്ത്രിക്കുന്നതും പി ശശി തന്നെയാണ്. ഈ വിവരങ്ങളെല്ലാം ADM നവീൻ ബാബുവിന് കൃത്യമായി അറിയാമായിരുന്നു. കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും ഭൂമാഫിയയുമായും ബന്ധമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാമായിരുന്ന നവീൻ ബാബുവിനെ കണ്ണൂരിന് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് തങ്ങൾക്ക് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാവാം ഇത്തരത്തിലുള്ള ആളുകൾ സംഘം ചേർന്ന് ADM നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത് എന്നാണ് PV അൻവറിൻ്റെ വാക്കുകൾക്കിടയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല. ഈ ആത്മഹത്യക്ക് പുറകിൽ കൃത്യമായ ചില പ്രേരണകളുണ്ട്. അഥവാ ഈ ആത്മഹത്യ കൊലപാതകം തന്നെയായിരുന്നു എന്നാണ് PV അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പി ശശിയും PP ദിവ്യയും അടക്കമുള്ള ചില മാഫിയകൾ തന്നെയാണ് എന്ന് PV അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ PV അൻവർ വീണ്ടും രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.